it's me Ranjati. So welcome back to my YouTube channel. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ കുഞ്ചി പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മളൊരു ഹോം ടൂർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ഒരു ചേട്ടൻ ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ചേട്ടൻ കമൻറ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ ചില്ലറയുടെ കൂടെ കോയിൻസിൻ്റെ കൂടെ നോട്ട് ഇട്ട് കഴിഞ്ഞാൽ നോട്ട് കേടുവരും, അനുഭവത്തോട് കൂടിയിട്ടാണ് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊരു പേടി, കാരണം വലിയ എമൗണ്ട് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഒരു 500 രൂപ ഇടാറുണ്ട്. അപ്പോൾ 500 രൂപ എനിക്ക് വലുതാണ്. അപ്പം നമ്മൾ ഈ ഒരു കുഞ്ചി അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് ക്യാഷിന് കുഴപ്പങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ മുളയിലേക്ക് എന്ത് ചെയ്യാൻ പോവാണ്, ഈ മുള നമ്മൾ കുഞ്ചിയാക്കി മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മുടെ എത്ര ക്യാഷാണോ ഉള്ളത് അത് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയ മുളയാണ്, വട്ടം കണ്ടാൽ അറിയുന്നുണ്ടാവും, നല്ല വലിയ മുളയാണ്. അതിൻ്റെ ഈ വീഡിയോ ആയിട്ടൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ക്യാഷ് ഇടുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മുടെ കുഞ്ചിയിൽ അൺബോക്സ് ചെയ്യാം. എത്ര ക്യാഷ് ഉണ്ട്, അതുപോലെ ക്യാഷിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയൊരു സാധനം തുടങ്ങാനുള്ള കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ വ്ളോഗും വീഡിയോസും ഇപ്പോൾ റീൽ എന്തായാലും നമ്മൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോണ് ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെ ഓരോരുത്തർ ഐഫോൺ വാങ്ങിക്കൂടെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ പോലും നമ്മൾ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിളൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു എന്താ പറയുക, നല്ലൊരു ഫോൺ അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കലൊക്കെ സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് കഴിയുന്നൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ. എത്രത്തോളം പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെയാണ് കുഞ്ചിയിൽ ക്യാഷൊക്കെ ഇട്ട് കൊണ്ടു കിടക്കുക. പക്ഷേ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടുന്നത് ഏതായാലും ഇപ്പോൾ 1 രൂപയാണെങ്കിൽ 1 രൂപ നമുക്ക് ഇതിലിടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് ഈ ഒരു കുഞ്ചിയിൽ ക്യാഷ് ഇടലെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുറന്നു നോക്കല്ലേ. അപ്പോൾ ഇനി തുറക്കാൻ വേണ്ടി കുറച്ചൊരു കട്ടിയുണ്ട്. ഞാൻ ബ്ലേഡ് മതിയാവും വിചാരിച്ച് ബ്ലേഡ് കൊണ്ട് ആക്കി നോക്കിയപ്പോൾ ഏൽക്കണില്ല കേട്ടോ. അപ്പോൾ അടുക്കളയിലുള്ള നമ്മുടെ പണിയായതും തന്നെ എടുത്തിരിക്കുകയാണ്. കട്ടി എടുത്തിട്ടുണ്ട്. മേൽഭാഗം മുറിക്കണോ താഴ്ഭാഗം മുറിക്കണോ എന്നൊരു ഐഡിയ ഇല്ല, എവിടെ മുറിച്ചാലും. അപ്പോൾ നമ്മളത് മുറിക്കുകയാണ് കേട്ടോ. അതേ ഇവിടെ മണി ബാങ്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതേ ഇവിടെ എന്താ ഭാരതം അങ്ങനെ തോന്നുന്നു ഹിന്ദി. അപ്പോൾ നമ്മൾ ഇവിടെ മുറിക്കുക കേട്ടോ, കാരണം ഇവിടെ അത്യാവശ്യം കുറച്ച് കട്ടിയുണ്ട്. ഇവിടെ നമ്മൾ തൊടുമ്പേക്ക് അമരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കത്തി കൊണ്ട് മുറിക്കാം. എത്രത്തോളം പണി ഉണ്ടാവും എന്നറിയില്ല. ശരിക്കും നമ്മൾ കത്തി ചൂടാക്കി വെച്ചാൽ മതി. കത്തി അതിനായിട്ട് ചൂട് വെച്ച് കേട് വരുത്താൻ എൻ്റെ പൈസ കേട് വരുമോ. വിചാരിച്ച മാതിരി കട്ടി കുറവൊന്നും അല്ല കേട്ടോ, കട്ടിയുണ്ട്. ഇത് നല്ല കോഴിയുടെ കഴുത്തറക്കണ പോലെ. ഈശ്വര, കത്തി കേടാന്ന് അമ്മേൻ്റെ കൂടെ. ഇവിടെ ഒരു ഭാഗം മുറിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു പേടിയുണ്ട്, കാരണം ക്യാഷ് കയറുമോ. ഈ ഒരു ഭാഗം ഇത്രയും ആയിട്ടുണ്ട്. ഈ സൈഡിലൂടെ മെല്ലെ കൊണ്ടേ നോക്കട്ടെ. ക്യാഷ് നോട്ടുള്ളതുകൊണ്ട് പേടിയാണ്, നോട്ടിന് എന്തെങ്കിലും പറ്റുമോ. സത്യം എന്താണ്, എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. കുറച്ചായിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടുണ്ടെങ്കിലും എത്രത്തോളം ക്യാഷ് ഞാൻ അനാവശ്യമായി ചിലവാക്കാതെ ഇതിൽ കൊണ്ടുപോയി ഇട്ടു എന്നുള്ള രീതി ഐ ആം പ്രൗഡ് ഓഫ്. ഇത് ഇത്ര പൊളിച്ചാൽ മതിയല്ലേ. അപ്പം നോക്കിക്കോളൂ ഗൈസ്. മുകളിൽ തന്നെ കിടക്കുന്ന ആരാ നോക്കി, 500 നോട്ട്. ഇത് കാണുമ്പോൾ വിചാരിക്കും ഞാൻ റിച്ച ഫുൾ 500 പക്ഷെ അല്ല കേട്ടോ. നമുക്ക് ചെരിഞ്ഞാലോ, ബെഡിലേക്ക് ചെരി. കണ്ടല്ലോ, ചില്ലറയുണ്ട്. കാലി പ്രഥമ ദൃഷ്ടിയിൽ നമ്മുടെ നോട്ടുകൾക്കൊന്നും ഒരു കേടുപാടുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കിയാലോ. ഞാൻ മാത്സിൽ ഭയങ്കര വീക്കാണ്, കണക്ക് തെറ്റുമെന്ന് 100% എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചില്ലറയിൽ നിന്ന് തുടങ്ങാം കേട്ടോ. നോട്ടുകളൊക്കെ സൈഡിലേക്ക് വെച്ചിട്ട് ചില്ലറയിൽ നിന്ന് തുടങ്ങാം. നോക്കൂ ഗൈസ്, നോട്ട് എത്രയുണ്ട് എന്നുള്ളത്.
ഈ ചില്ലറയും കൊണ്ട് നടക്കുന്നത് അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ കൊണ്ടുപോകും കേട്ടോ. കാരണം അച്ഛനെ അമ്പലത്തിലാണ് ചില്ലറ ആവശ്യമുള്ളതാണ്. നല്ല സൗണ്ട്, നല്ല സൗണ്ട്. ഞാനേ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്. എല്ലാവരും കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് എല്ലാവരും ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി സൗണ്ട് ഉണ്ടാക്കുന്ന പോലെ സൗണ്ട് ചെയ്യാം. നമുക്ക് ആദ്യം ചില്ലറകൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ചില്ലറ 5ൻ്റെ ഉണ്ട്, 2ൻ്റെ ഉണ്ട്, 10ൻ്റെ ഉണ്ട്, 1 രൂപയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നോട്ടിലേക്ക് പോയിട്ട് മൊത്തത്തിൽ കൗണ്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഈ ഞാൻ പറയുന്നത് വിചാരിക്കുമോ പറച്ചിൽ കേട്ടാൽ എത്രയാന്നല്ലേ? എത്രയൊന്നുമില്ല, എന്നാലും ഉള്ളത് നമ്മൾ ഉള്ള രീതിക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് തുടക്കാം. നമുക്ക് ആദ്യം 5ൻ്റെ കോയിൻസ് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. 5ൻ്റെ ഒരുപാട് കോയിൻസ് ഉണ്ട്. 5ൻ്റെതാണ് കാണുന്നത് മുഴുവൻ 5ൻ്റെ കോയിൻസാണ്. കിട്ടുമ്പോൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ചില്ലറ കിട്ടുന്നത്, അതുപോലെ ബസ്സിന് കൊടുത്തിട്ട് ചില്ലറ കിട്ടുന്നത്, അങ്ങനെ ഒക്കെ ഉള്ളത് ഞാൻ ഇതിൽ കൊണ്ടുപോയിടാറാണ്. എപ്പോഴൊക്കെയാണോ എൻ്റെ കയ്യിൽ ചില്ലറ ഉള്ളത് ആ ചില്ലറ മുഴുവൻ ഞാൻ ഇതിൽ കൊണ്ടുപോയിടും. നമ്മൾ ചില്ലറയൊക്കെ എല്ലാം മാറ്റി വെച്ചിട്ടോ. ചില്ലറ 5ൻ്റെത്, 10ൻ്റെ കട്ട, 1 രൂപയുടെ, പിന്നെ 2 രൂപയുടെ കേട്ടോ. അതിൽ പിന്നെ എന്ന് വെച്ചാൽ ചില്ലറ 50 പൈസയുടെ ചില്ലറ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ 25 പൈസ 75 പൈസയൊക്കെ കണ്ടിട്ട് കാലം കുറേ ആയി. 25 പൈസയുടെ മുട്ടായിയൊക്കെ വാങ്ങിയത് ഓർമ്മയുണ്ട്. പക്ഷെ അതെങ്ങനെ കയ്യിൽ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അത് 25 പൈസ എൻ്റെ കുഞ്ചിയിലുണ്ട് കേട്ടോ. അത്രയ്ക്ക് റിച്ചാണ് ഞാൻ. ഇനി നമുക്ക് നമ്മുടെ നോട്ട് സെക്ഷനിലേക്ക് കിടക്കാം. ആദ്യം വലിയ നോട്ട് തന്നെ ആയിക്കോട്ടെ അല്ലേ? ആകെ 2 വലിയ നോട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം വലിയ നോട്ട്, എൻ്റെതിലുള്ളതിൽ വെച്ച് എവിടെ ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ, അതേ കിടക്കണം. വലിയ നോട്ട് 2 എണ്ണം. നമ്മുടെ നോട്ട് എന്ന് പറയണത് ഇത്രയാണ് നോട്ടുള്ളത് കേട്ടോ. അതായത് എത്രണ്ണം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് നോട്ട് എന്നുള്ളത്. അപ്പം ഇനി എന്ത് ചെയ്യണം? ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ മാത്സിൽ ഭയങ്കര വീക്കാണെന്നല്ല. അപ്പം എന്ത് ചെയ്യണം? എത്രണ്ണം ഓരോ നോട്ട് എത്രണ്ണം ഉണ്ടെന്ന് ഞാൻ എഴുതി വെക്കണം. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മറക്കും. എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മളത് എത്ര നോട്ട് ഓരോന്നും ചില്ലറ എത്രണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് എഴുതി വെക്കാം. എന്നിട്ട് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് ഇത്രയും രൂപയാണ് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ടോട്ടൽ എത്ര ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യട്ടെ. നമ്മുടെ കാൽക്കുലേഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ഞാൻ എന്താ പറയുക, ഓവറായി ചിന്തിച്ച് കണക്ക് കൂട്ടി അവസാനം എനിക്ക് കിട്ടിയ സംഖ്യ ഇതാണ്. കണ്ടോ ഗൈസ്? ഇനി കണ്ടോ? 2660 രൂപ. അത്ര രൂപയാണ് അപ്പോൾ എൻ്റെ കുഞ്ചിയിലുള്ളത്. ഞാൻ കുറച്ചായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ. അപ്പം തന്നെ 2660 രൂപ ഉണ്ടെന്ന് പറയുമ്പോൾ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ഓവർ സ്പെൻഡ് ചെയ്യാതെ കിട്ടുന്ന മുഴുവൻ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം. അപ്പോൾ നമ്മുടെ ഈ ക്യാഷ് ഇത്രയും ഉണ്ടെന്ന് കണ്ടല്ലോ അല്ലേ? അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്ത് സ്പെൻഡ് ചെയ്യണമൊന്നുമില്ല. ക്യാഷിനൊന്നും, നോട്ടുകൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷനിലാണെങ്കിൽ ഞാനിപ്പോൾ പൊട്ടിച്ച് തന്നെ, അല്ലെങ്കിൽ ഇപ്പോഴൊന്നും ഞാൻ പൊട്ടിക്കൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ക്യാഷ് ചിലവാക്കുന്നില്ല. ചിലവാക്കാതെ നമ്മളുടെ ഈ മുതലിലേക്ക് നമുക്ക് ഇനി ഇവിടെ ആക്സോ ബ്ലേഡൊക്കെ വെച്ച് ഓട്ടയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നടക്കൂല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നാളെ ഈ ഒരു വീഡിയോ എടുത്തിട്ട്, അതായത് ഇതിനൊരു ഹോൾ ഇടുന്നതും ഈ ക്യാഷ് ഇതിലേക്ക് ഇടുന്നതൊക്കെ എടുത്തിട്ട് നാളെ അതും കൂടെ കൂട്ടിയിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് നമ്മുടെ മുള ഈ എക്സോ ബ്ലേഡ് വെച്ചിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ബാക്കി നമ്മൾ മറ്റേ കുറ്റിയിൽ നിന്ന് എണ്ണിയ പൈസ ഇതിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ഇടാം. ഫസ്റ്റ് ഞാൻ ചില്ലറയാണ് ഇടുന്നത് കേട്ടോ. ചില്ലറ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നോട്ടിടാം. താഴത്തേക്കൊക്കെ ചാടുന്നുണ്ടേ. ചില്ലറയാണ് ഫസ്റ്റ് ഇടുന്നത്. ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല, കാരണം ഭയങ്കര ലാഗാവും ചെയ്യുന്നത്. നമുക്ക് ചില്ലറ ഇടുന്നത് മാത്രം ക്ലിപ്പ്. നാടൻ പാട്ടൊക്കെ പാടുമ്പോൾ ഒരു വാദ്യോപകരണം ഉണ്ടല്ലോ, എന്താ പറയുക, ഉള്ളിലെന്തോ സാധനം ഉണ്ടായിരിക്കുന്നു മോളെ. എനിക്കിത് അതുപോലെ ഒന്ന് തോന്നണേ. നമ്മുടെ ചില്ലറ ഫുൾ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ നോട്ടുകൾ ഇതിലിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ നോട്ടുകളും നമ്മുടെ നോട്ടും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നോട്ടും ചില്ലറ പൈസ കോയിൻസും ഒക്കെ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി
ആദ്യം മുതൽ ഞാൻ വീണ്ടും ആദ്യത്തെ സമ്പാദ്യം അതുപോലെ വീണ്ടും ഇനി ഓരോ മാസം കിട്ടുന്ന ചില്ലറകളും നോട്ടുകളും ഒക്കെ ഇതിലിട്ട് നിറയ്ക്കാൻ പോവാണ്. ഇതിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ കുറേ കാലം എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മുളയുടെ കുറ്റിയിൽ നമുക്ക് ക്യാഷ് ഇടാം. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ചെറിയ സംഖ്യ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, അത് 1 രൂപ ആയിക്കോട്ടെ, നമ്മൾ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക, നമുക്ക് അത് ശേഖരിച്ച് വയ്ക്കാം. അതിൽ വലിയവർ ചെറിയവർ ഒന്നുമില്ല. പണ്ട് കാലത്ത് കുഞ്ഞു കുട്ടികളായിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമുക്കൊരു മണ്ണിൻ്റെ കുഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ അവസാനം എറിഞ്ഞു പൊട്ടിച്ചിട്ടായിരിക്കും പൈസ കിടക്കുന്നത്. ഫുള്ള് ചില്ലറ പൈസ ആയിരിക്കും. അന്ന് നോട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഇതുവരെ ഞാൻ ശേഖരിച്ചിട്ടുള്ള കോയിൻസും നോട്ട്സുകളും ഒക്കെ ഇതിലിട്ടിട്ടുണ്ട്. ഇനി മുതൽ വീണ്ടും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിലിടാൻ പോവാണ്. അപ്പം എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന എമൗണ്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.